ദാഹിക്കുമ്പോഴല്ല നമ്മൾ വെള്ളം കുടിക്കുന്നത്, ദാഹിക്കുമ്പോൾ കൂടുതൽ വെള്ളം കുടിക്കും. ഓക്കെ. അല്ലെങ്കിൽ തന്നെ റെഗുലർ ഇൻ്റർവെല്ലുകളിൽ നമ്മൾ വെള്ളം കുടിക്കുന്ന ഒരു ശീലം നമുക്കുണ്ടായിരിക്കും. ഓഫീസിലായാലും കയ്യിൽ ഒരു കുപ്പി വെള്ളം ക്യാരി ചെയ്യുക, ടേബിളിൽ ഒരു കുപ്പി വെള്ളം ഇരിക്കുക, വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കുടിച്ച് തീർക്കുക. ആവറേജ് പറയുകയാണെങ്കിൽ ഒരു യങ് ആക്റ്റീവായിട്ടുള്ള ഒരാൾക്ക് ഒരു 2 മുതൽ 3 ലിറ്റർ വരെ വെള്ളം ഒരു ദിവസം വേണ്ടി വരും. ഓക്കെ. വെള്ളം മാത്രമല്ല, നമ്മൾ കുടിക്കുന്ന പാനീയങ്ങളെല്ലാം കൂടെ ചേർത്ത് എല്ലാം കൂടെ. പക്ഷെ അതിൽ വെള്ളം കുടിച്ച് ശീലിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മൾ വെള്ളത്തിന് പകരം കൊക്കക്കോള കുടിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ നാരങ്ങ വെള്ളം കുടിക്കുകയാണെങ്കിലോ അങ്ങനെ ഒരു ശീലം, ജ്യൂസ് കുടിക്കുകയാണെങ്കിലോ ഒക്കെ ഉള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഇപ്പം ഈ പറഞ്ഞ ഈ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് എന്ന് പറയുന്ന പെപ്സി, കോക്ക് പോലെയുള്ള സാധനത്തിലെ ഷുഗർ കണ്ടന്റ് ഭയങ്കര ഹൈ ആണ്. അതുപോലെ ജ്യൂസുകൾ കുടിക്കുന്നതാണ് അതിനകത്ത് പ്രിസർവേറ്റീവ്സ് ഒരുപാടുണ്ടാവും, കാലറി ഭയങ്കര കൂടുതലായിരിക്കും. നമ്മൾ വെള്ളം കുടിക്കുന്നത് നമ്മളുടെ വെള്ളം റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ വെള്ളം റീപ്ലേസ് ചെയ്യുന്നതിൻ്റെ കൂടെ അനാവശ്യമായ ഷുഗറും കാലറിയും നമ്മൾ കയറ്റുകയാണെങ്കിൽ അത് ബാക്കി ടോട്ടൽ കാലറി കൂടുകയും ബാക്കി പ്രശ്നങ്ങളുണ്ടാവുകയും ചെയ്യും. അപ്പം ദാഹിക്കുമ്പം ഈ പെപ്സിയും കോക്കും ഫ്രൂട്ട് ജ്യൂസും കുടിക്കുന്നതിനേക്കാളും നല്ലത് ശുദ്ധമായ വെള്ളം കുടിക്കുന്നത് തന്നെയാണ്.